എന്തായാലും അങ്ങേയറ്റം കേരളം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത മൂല്യച്യുതിക്കും അപജയത്തിലൂടെയുമാണ് ഭരണവർഗം മുന്നോട്ട് പോകുന്നത്. പശ്ചിമ ബംഗാളിൽ എന്താ സംഭവിച്ചത്? ദീർഘകാല ഭരണം, 34 വർഷ ഭരണം. ആ ഭരണത്തിൻ്റെ അനന്തര ഫലം എന്താ? CPM എന്ന രാഷ്ട്രീയ പാർട്ടി ഇല്ലാണ്ടായി. അവിടെ കെട്ടിവെച്ച കാശ് കിട്ടാണ്ടായി. അവിടെ MLA മാരില്ലാണ്ടായി, MP മാരില്ലാണ്ടായി, പഞ്ചായത്തിൽ ജയിക്കാണ്ടായി. ത്രിപുരയിൽ ഇപ്പം എന്താ സംഭവിക്കുന്നത്? ത്രിപുരയിൽ MLA മാർ ഉണ്ട്, MP മാരില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഴുവൻ ഒക്കെ നഷ്ടപ്പെട്ടു. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൻ്റെ ഒരു അവസ്ഥ ഇതാണ്. ഇത് ലോകം മുഴുവൻ സംഭവിച്ചതാണ്. ഇത് കേരളത്തിൽ സംഭവിക്കും. ഇത് ദുഷിച്ച് ഈ സംവിധാനം ഇല്ലാണ്ടാവും, ഈ കൊടി ഇല്ലാണ്ടാവും, ഈ പാർട്ടി ഇല്ലാണ്ടാവും. ഇതാണ് കമ്മ്യൂണിസം നടപ്പിലാക്കാൻ ശ്രമിച്ച എല്ലാ രാജ്യങ്ങളിലും എല്ലാ പ്രദേശങ്ങളിലും സംഭവിച്ചത്. അങ്ങനെയാണ്.